ഹലോ, ഇന്ന് നമ്മൾ കൂന്തൽ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ കൂന്തൽ കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതെല്ലാം നന്നായി കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പാന് നമുക്ക് വെക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ കൂന്തൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ സമയം തന്നെ നമുക്ക് റൈസ് കഴുകി മാറ്റി വെക്കാം. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ ഇവിടെ റൈസ് എടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, കുരുമുളക്, പെരിഞ്ജീരകം. പിന്നെ ഒരു കെറ്റിലിൽ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം അതേ അളവിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാം. ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. അതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ച അരിയിട്ട് അതും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ അരി എടുത്ത കപ്പിന് അതേ അളവിൽ 2.5 കപ്പ് വെള്ളമാണ്, നമ്മൾ തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിലേക്ക് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മല്ലിയില, പുതിന, കറിവേപ്പില ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും അതിൻ്റെ ഒപ്പം തന്നെ നെയ്യും ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്യാം. സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തക്കാളി ആഡ് ചെയ്യാം. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച്, ബിരിയാണി മസാല, പിന്നെ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട്, തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് മല്ലിയില, പുതിന, കറിവേപ്പില ഇടുന്നുണ്ട്. ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഈ റൈസ് നേർപകുതിയാക്കി ഡിവൈഡ് ചെയ്തിട്ട് പകുതി എടുത്ത് നമുക്ക് ലെയറിങ് ചെയ്യാം.
ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വീണ്ടും ഇത് ഒന്ന് അടച്ച് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ അടച്ച് വെക്കുമ്പം നന്നായി ആ ആവിയിൽ രണ്ടും കൂടി ഒന്ന് മിക്സായിട്ട് നല്ല ടേസ്റ്റിലായിട്ട് വരും. ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂന്തൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.